വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പം സുധീൻ്റെ മകൻ കിച്ചുവിന് ഒരു യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബ് ചാനലിൽ ആളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഡെയിലി വ്ളോഗൊക്കെ പോലെ ആൾ വീട്ടിൽ പോകുന്നതും ഒരു ഡേ വിത്ത് ഋതപ്പൻ എന്ന് പറഞ്ഞിട്ടാണ് വ്ളോഗ് ഇട്ടിരിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, സുധീൻ്റെ ആണല്ലോ വീട്. 100 വട്ടം അവൾ അങ്ങനെയാണല്ലോ പറയാറ്, എൻ്റെ മക്കളെ വീടാണ്, എൻ്റെ വീടല്ല. എന്നിട്ട് എന്താ ചെയ്തത് എന്ന് വെച്ചാൽ, സുധീൻ്റെ ട്രോഫിയൊക്കെ കട്ടിലിൻ്റെ അടിയിൽ ഒരു ചാക്ക് കെട്ടി വെച്ചിരിക്കുകയാണ്. അവളുടെ ട്രോഫികളൊക്കെയോ അവളവിടെ നല്ല വൃത്തിയിൽ നിരത്തി വെച്ചിരിക്കുന്നു. അത്രയേ ഉള്ളൂ. സുധിച്ചേട്ടൻ്റെ ഓർമ്മകളിലെ എൻ്റെ വീട് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കാട്ടിക്കൂട്ടുന്നത്. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. എന്തോ നീ തപ്പുന്ന? ആരുടെ? അച്ഛന്റെ. എന്തോ ട്രോഫി? പാട്ട് പാടിയ ട്രോഫി. പാട്ട് പാടിയ ട്രോഫി? കുറെ ട്രോഫികൾ. 10,000 ട്രോഫി. 10,000 ട്രോഫികളുണ്ടോ? അതെ. ബോർഡിൽ നിറച്ച് ട്രോഫികളുണ്ട്. ഓഹോ. പിന്നെ ഫുഡ് കഴിച്ചോ? ആ കണ്ടില്ലേ, സുധിച്ചേട്ടൻ്റെ ട്രോഫിയൊക്കെ കട്ടിൻ്റെ അടിയിലും ചേച്ചീൻ്റെ ട്രോഫിയൊക്കെ അടുക്കി വൃത്തിയിലും വെച്ചിരിക്കുന്നു. ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം. ചേച്ചിക്ക് ഇപ്പം കിട്ടിയ അവാർഡുകളും അംഗീകാരങ്ങളും ഇതെല്ലാം ആ സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി ഉള്ളതുകൊണ്ട് മാത്രമാണ്, അല്ലാണ്ട് ചേച്ചീൻ്റെ കഴിവുകൊണ്ടല്ല. ചേച്ചി അതാദ്യം ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. ആ വീടിൻ്റെ കോലം കണ്ടില്ലേ, എല്ലാം വാരി വലിച്ചിട്ട്, തുണിയെല്ലാം വാരി വലിച്ചിട്ട് വൃത്തികേടാക്കി ചവിറ്റുകൊട്ട പോലെയാണ് ആ വീടിരിക്കുന്നത്. കഷ്ടം തന്നെ ചേച്ചി എന്തായാലും. എന്നിട്ടിപ്പം ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അതും കൂടി നമുക്കൊന്ന് കാണാം. എന്താ മൂത്ത മോൻ അവന്റെ വ്ളോഗ് ജസ്റ്റ് എടുത്തായിരുന്നു വീട്ടിൽ. അപ്പം കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടായതുകൊണ്ട് ഇപ്പം ഞാൻ അവിടെ ഇല്ലായിരുന്നു, ഞാൻ അറിഞ്ഞു പോലുമില്ല. അപ്പം പെട്ടെന്ന് ഈ മഴക്കാലമൊക്കെ ആയതെല്ലാം തുണിയൊക്കെ നനഞ്ഞ തുണിയൊക്കെ നമ്മളെല്ലാവരും ഇടുന്നതാണ്, കട്ടിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ അത് പോട്ടെ, അത് പെട്ടെന്ന് വന്ന് എല്ലാവരും അത് അവാർഡ്, എൻ്റെ അവാർഡെല്ലാം ഞാനെടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് സൂചിച്ചേട്ടൻ്റെ അവാർഡെല്ലാം എടുത്ത് ഉപേക്ഷ നിലയിൽ നിന്നാണ് വന്നത് വാർത്ത. സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല. കുഞ്ഞെന്ന് പറഞ്ഞാൽ അവൻ ഈ കുഞ്ഞു പ്രായമാണ്. അവൻ ഈ നല്ല നല്ല സാധനങ്ങൾ എൻ്റെ ഫോണാണെങ്കിലും എടുത്ത് പാത്ത് കൊണ്ടുപോയി നശിപ്പിക്കും. കുഞ്ഞു പിള്ളേരല്ല, ആ പ്രായമാണ്. അതുപോലെ സൂചിച്ചേട്ടൻ്റെ അവാർഡുകളൊക്കെ നമുക്ക് എന്നും ഓർമ്മിക്കാനുള്ളതാണ്. അതെടുത്ത് അവിടെ വെക്കാനുള്ള സൗകര്യമില്ല, ഒരുപാടുണ്ട് അവാർഡുകൾ, പകുതി കൊല്ലത്തെ പകുതി ഇവിടെ ആയിട്ട്. അപ്പൊ അത് കുഞ്ഞെടുത്ത് കളയാതിരിക്കാൻ അവൻ കാണാതെ അവൻ സ്കൂളിൽ പോയ സമയം കൊണ്ട് ഞാനതെല്ലാം എടുത്ത് അടുക്കി പെറുക്കി ചാക്കിനകത്ത് കിട്ടി എൻ്റെ റൂമിൽ തന്നെ കട്ടിലിന്റെ ഐഡിയയിൽ ഞാനത് സേഫ് ആയിട്ട് വെച്ച സാധനമാണ്. ഞാൻ അറിഞ്ഞില്ല കുഞ്ഞെടുക്കുമെന്നോ. അയ്യോ പാവം. പറയുന്നത് കേട്ടില്ലേ? പറയുമ്പം കുറച്ച് ആൾക്കാർ വിശ്വസിക്കുന്ന വല്ലതും പറയണം. കൊച്ചുകുട്ടി ട്രോഫി എടുത്ത് നശിപ്പിക്കുമ്പോഴും അപ്പം ആ നിരത്തി വെച്ചിരിക്കുന്ന ചേച്ചീൻ്റെ ട്രോഫി ഒന്നും നശിപ്പിക്കില്ലേ ആവും? ഓ, സുധിച്ചേട്ടൻ്റെ മാത്രം തിരഞ്ഞ് നശിപ്പിക്കുമായിരിക്കും. കഷ്ടം തന്നെ. ഇങ്ങനെയൊക്കെ തരം താഴാൻ പാടില്ല. ഒന്നില്ലെങ്കിൽ വന്ന വഴി അത് മറക്കരുത്.